അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൂന്ന് കൂട്ടർക്ക് നരകീയ മോചനമുണ്ട് സഹാബ, മൂന്ന് കൂട്ടർക്ക് നരകീയ മോചനമുണ്ട് സഹാബ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഉറക്കാമീൻ പറയുന്ന അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ, നല്ല ഉറക്ക പറയുന്ന അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നരകം ഒരു നിസ്സാര വിഷയമല്ലാത്തത് കൊണ്ടാണ് നല്ലതുപോലെ പറഞ്ഞുകൊള്ളി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഹറാമ കാണാത്ത കണ്ണ് ഏതൊരു വ്യക്തിക്കുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരി കൈമുതലാക്കിയോ, നരകീയ മോചനമാണ്, മോചനമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകീയ മോചനം മൂന്ന് കൂട്ടർക്ക്. ഇതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഈ മൂന്ന് കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണം. മക്കളുടെ ബാധ്യത എത്ര ഉണ്ട്? മക്കളോടുള്ള ബാധ്യത എത്രയാണ്? മൂന്നെണ്ണം മർമ്മപ്രധാനമായത്. ഒന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, രണ്ടും മൂന്നും പറയും ഇൻഷാ അല്ലാഹ്, പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനു മുമ്പ് ഇതൊന്ന് കേട്ടോളി. നരകീയ മോചനം മൂന്ന് കൂട്ടർക്ക്. ഒന്ന്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ല, ഹറാമ് കാണാത്ത കണ്ണുള്ളവരാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. സിനിമയും സീരിയലും മാത്രമല്ല, മൻസനാ ബിഇംറഅതി ജാരിയതിഹിൽ മുസ്ലിമി ലം യുരിഹ റായിഹതൽ ജന്ന, അയൽവാസിനിയാകുന്ന സ്ത്രീകളുമായി കൊഞ്ചിക്കുഴയാൻ താല്പര്യം വെക്കുന്നവരില്ലയോ, അവരുടെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് അവരുമായി വർത്തമാനം പറയുന്നവരില്ലയോ, യോഗങ്ങൾ വിളിക്കുമ്പോ, കുടുംബത്തിന്റെ യോഗങ്ങൾ വിളിക്കുമ്പോ, അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ വിളിക്കുമ്പോ, അത്തരത്തിലുള്ള ചർച്ചകൾ വന്നിരിക്കുമ്പോ, അത്തരത്തിലുള്ള സഹോദരങ്ങളുമായി, അയൽവാസികളാകുന്ന ചെറുപ്പക്കാരുമായി കൂടുതൽ ഇടപഴകാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുന്നതായ സഹോദരി, ലം യുരിഹ റായിഹതൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ പറ്റൂല. അല്ലാഹു കാക്കട്ടെ. വഇന്ന റായിഹതൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം എന്ന് പറയുന്നത് തസീറു 500 വർഷത്തെ വഴിദൂരം അടിച്ചു വീശുമേ നബിയുനാ റസൂലുള്ളാഹി. 500 വർഷം വഴിദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു വാഹനം എടുത്ത് 500 വർഷം സഞ്ചരിച്ച് എവിടം വരെ സഞ്ചരിക്കും? 500 വർഷം. നമ്മൾ ഫ്ലൈറ്റിൽ പോയാൽ എവിടം വരെ പോകും? 500 വർഷം. അത്ര ദൂരമാണ് എന്തിനുള്ളത്? സ്വർഗത്തിന്റെ ആസ്വാദനം, പരിമളമുള്ളത്, അതിന്റെ സുഗന്ധം വരുന്നത്. അത്ര ദൂരത്ത് പോലും നിന്നെത്തിക്കൂല, അതിനപ്പുറമായിരിക്കും നിന്റെ സ്ഥാനം. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കടക്കാന്ന് പിന്നെ നീ ചിന്തിക്കണ്ടെന്നർത്ഥം. അയൽവാസിനിയാകുന്ന സഹോദരിമാരുമായി ഒക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അതാണ് ഇത് പറയുന്നത്. അതൊക്കെ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ട്. അതൊന്നും വിഷയമൊന്നുമില്ല. കൂടുതൽ നമ്മളതാത്താൻ നമ്മളോട്ട് വലിയ ബന്ധമാണ്, റാഹത്താണ്. ചിലരാണ് ഇങ്ങനെ മേത്തൊക്കെ അടിച്ച് വർത്താനം പറയുന്നതാണ്. സുഖല്ലേ, സുഖല്ലേ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. താത്തായി ഇങ്ങോട്ട് തിരിച്ച് നാളെ ചെല്ലുമ്പോൾ ഇടങ്ങേറെ കൈ ഇങ്ങനെ ഉണ്ടാകും, സംഭവം പെരടിയിൽ കെട്ടിവെച്ചിരിക്കുക. അല്ലാഹു ആക്കട്ടെ. ദുനിയാവ് നല്ല റാഹത്ത്. ഇതൊക്കെ നടക്കുന്നതാണ്, നമ്മുടെ നാട്ടിൻപുറം നടക്കുന്നത്. നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന വിഷയങ്ങളാണ്, പക്ഷെ വലിയ വിഷയമാണ്. ആണിത് വിഷയം. ഹറാമ കാണാത്ത കണ്ണുള്ളവരുണ്ടോ, നിനക്ക് റാഹത്താണ്, റാഹത്താണ്. നാളെ നരകീയ മോചനം നിനക്ക് ഉറപ്പാണ്, ഉറപ്പാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വഅയ്നു സഹറതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളുണ്ടോ, കണ്ണുകളുണ്ടോ. മഗ്‌രിബ് കഴിഞ്ഞ് തുടങ്ങിയ സദസ്സാണ്. രാത്രിയായിട്ടും ഉറക്കമൊഴിച്ചുകൊണ്ട് ഒഴിയാതെ നിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദരി,
സന്തോഷിക്കണേ, സന്തോഷിക്കണേ. ബഹുമാനപ്പെട്ട ശൈഖുന എസ്.കെ. ബാക്കി ഉസ്താദിനെ ആദരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഒരുമിച്ച് കൂട്ടിയതാകുന്ന ഈ വേദിയിലേക്ക് കുമ്മനം ഉസ്താദിനെ ശ്രമിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് നാളെ സന്തോഷമാണ്, സന്തോഷമാണ്, സന്തോഷമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു ഫന പറയാനല്ല, ഒരു ഫസാദ് പറയാനല്ല, ഒരു ഗീബത്ത് പറയാനല്ല, ഒരു നമീമത്ത് പറയാനല്ല. അല്ലാഹുവിന്റെ മഹത്തുക്കളെ വരച്ച് കാണിക്കാനാണ്, അവന്റെ മഹാന്മാരെ ആദരിക്കാൻ വേണ്ടിയാണ്, അവന്റെ ഉലമാ ആരാണ് എന്ന് ജനങ്ങളിലേക്ക് എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട്, ഹദീസ് വെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് വിജ്ഞാനം നൽകാൻ വേണ്ടിയാണ്. നാളെ മഹ്ശറിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ സദസ് ഉപകാരമുള്ള സദസായി ഖബൂലാക്കണേ അല്ലാഹ്. വഅയ്നൂൻ സഖറത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊളിച്ച കണ്ണാണ് ഈ രാത്രിയുടെ യാമത്തെ നീ മാറ്റിയവരെ. തീർച്ചയായും നരകീയ മോചനമാണ് നബിയുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട് പകൽ സമയം അല്ലാഹു റസൂൽ പറഞ്ഞില്ല, രാത്രിയുടെ യാമങ്ങൾ എടുത്തു പറയാനുള്ള കാരണം അധിക ആളുകളും ഇരുട്ടിന്റെ മറവിൽ തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റ് ചെയ്യുന്നവരാണ്. രാത്രിയാകുമ്പോൾ ബ്ലൂ ഫിലിമുകൾ കണ്ടു തീർക്കുന്നവരെ, രാത്രിയാകുമ്പോൾ സിനിമാ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് കാതിലേക്ക് കുത്തുന്ന സഹോദരി, പഠിക്കാനെന്ന വ്യാജേന റൂമിൽ കയറിക്കൊണ്ട് ലാപ്ടോപ്പ് ഓൺ ചെയ്തുകൊണ്ട് കാമുകനുമായി ഭാഷണം നടത്തുന്നവരെ, IMIയുടെ ചാറ്റിംഗ് നടത്തുന്നവരെ, മോശപ്പെട്ടതാകുന്ന ഫിലിമുകൾ കണ്ടുകൊണ്ട് സമയങ്ങളെ കണ്ടു നീക്കുന്നവരെ, കാമുകന്മാരുമായി നേരം വിളക്കുന്നവരെ, ഭാഷണം നടത്തുന്നവരെ, അവരെ കണ്ടുകൊണ്ട് രസാനുഭൂതിയിൽ ഏർപ്പെടുന്നവരെ. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറയുകയാണ്, രാത്രിയെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഈ സമയത്തെയാണ് നിങ്ങൾ മർമ്മപ്രധാനമായി രേഖപ്പെടുത്തേണ്ടത്. അള്ളാന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകളായി ഈ രാത്രിയുടെ ആമങ്ങളെ മാറ്റിയവർക്ക് നരകീയ മോചനമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതിയവരുണ്ടോ, ദിക്ർ ചൊല്ലിയവരുണ്ടോ, നമസ്കാരം ചിട്ടവെച്ചവരുണ്ടോ, രാത്രി എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചവരുണ്ടോ, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവരുണ്ടോ, ദിക്ർ ചൊല്ലിയവരുണ്ടോ, ഇബാദത്തുകളിലായി കഴിഞ്ഞോടിയവരുണ്ടോ, അല്ലാഹ് എന്ന ഫിക്റിലായി ഇന്ന സമയങ്ങളെ നീ തള്ളി നീക്കിയവരുണ്ടോ, സന്തോഷിക്കണേ, സന്തോഷിക്കണേ. നരകീയ മോചനം റെഡിയാണ് നബിയുനാ റസൂലുള്ളാഹി. വഅയ്നു ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസിൽ ദുബാബ്. ഒരീച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പടച്ചറപ്പിനോട് പൊട്ടിക്കരയുന്നതായ സോദര, അള്ളാഹുവിനോട്, അല്ലാഹ് എന്റെ പാപങ്ങൾ പുറത്തു തരണേ നാഥ, ഞാൻ വ്യഭിചരിച്ചു പോയി റബ്ബേ, ഞാൻ കള്ള് കുടിച്ചു പോയി അല്ലാഹ്, ഞാൻ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചു റബ്ബേ എന്ന് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിക്കുന്നവരെ, പാപമോചനത്തിന് അർത്ഥിക്കുന്നവരെ, നരകീയ മോചനമാണ്, മോചനമാണ്. നിനക്കുള്ള സമയമല്ലേ മുന്നിലുള്ളത്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറപ്പ് അവനിതാ, അവൻ കാത്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. പകൽ തെറ്റ് ചെയ്ത മനുഷ്യ, നിന്റെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു റെഡിയാണ്. പകൽ തെറ്റ് ചെയ്ത മനുഷ്യ, നിന്റെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു രാത്രിയിലും സന്നദ്ധനാണ്. രാത്രിയിൽ തെറ്റ് ചെയ്ത മനുഷ്യ, നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു പകലും റെഡിയാണ്, റെഡിയാ. അഥവാ നീ ഒരു പൈസ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്കണമെങ്കിൽ അതിന് നീ ദിവസങ്ങൾ
ദിവസങ്ങൾ നോക്കണം, അതിന് നീ മാസങ്ങൾ നോക്കണം, അതിന് ടൈമുകൾ നീ നോക്കണം. രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഉള്ളൂ ബാങ്കുകൾ തുറക്കുകയുള്ളൂ എങ്കിൽ നിനക്കിതാ നിന്റെ പാപങ്ങൾ അകലവും പുറപ്പിച്ചെടുക്കാൻ തൗബയുടെ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ്. പരിശുദ്ധമായ റജബിന്റെ മാസത്തിലല്ലോ ചെറുപ്പക്കാരാ നീ നിലകൊള്ളുന്നത്. നീ നിന്റെ ജീവിതത്തിലെ പ്രേമങ്ങൾ മുഴുവനും മാറ്റിവെച്ച് അല്ലാഹുവിനെ ഒന്ന് പ്രേമിക്കാൻ നിനക്കിറങ്ങിക്കൂടെ? റജബുൻ ശഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ് മാസമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവനിലേക്ക് നിനക്കൊന്നടുത്തൂടെ? ഒരു ചാണ് നീ എടുത്താൽ ഒരു മുഴമെടുക്കുന്ന റബ്ബല്ലേ നിനക്കുള്ളത്? ഒരു മുഴമെടുത്താൽ നിന്നിലേക്ക് നടന്നെടുക്കുന്ന റബ്ബല്ലേ നിനക്കുള്ളത്? നീ ഒന്ന് നടന്നെടുത്തു നോക്ക് പൊന്നുമോനെ, നിന്നിലേക്ക് ഓടി വരുന്ന റബ്ബല്ലേ അല്ലാഹു എന്ന് നീ മനസ്സിലാക്കണേ. ഒരു സ്നേഹം നീ കാണിച്ചാൽ 10 മടങ്ങ് സ്നേഹം നൽകുന്ന പടച്ച റബ്ബിനെ നീ വെറുക്കരുതേ. നിന്റെ പാപങ്ങൾ അഖിലവും അല്ലാഹുവിലേക്ക് ഏറ്റുപറയണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നരകീയ മോചനം ലഭിച്ചവർ ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും അല്ലാഹുവിനോട് കരഞ്ഞവരാണ്. കരയണം നമ്മൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ കരയുന്നവർക്ക് നരകീയ മോചനമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി ഈ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞോ സഹോദരി, നിന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ അല്ലാഹു മായ്ച്ചു തരും. റബ്ബിനോട് ശരിക്ക് കരഞ്ഞ ദ്വാരക്ക് ഇസ്തിഗ്ഫാർ ചൊല്ല്, അധികരിപ്പിക്ക്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അള്ളാഹുവിലേക്ക് പാപമോചനത്തിനർത്ഥിച്ചാൽ പാപം പുറത്തു തരുക മാത്രമല്ല, അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകുകയാണ്. അള്ളാഹു നല്ല റഹ്മത്തിന്റെ മഴ വർഷിക്കുകയാ, നിങ്ങൾക്ക് സ്വർഗീയമാകുന്ന ആരാമങ്ങൾ തീർക്കുകയാണ്. ഇതൊക്കെയാ നൽകുന്നത്. പാപമോചനത്തിന് അർത്ഥിച്ച ഇതെല്ലാം കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ കടമ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാവിനെ തിരഞ്ഞെടുക്കുക, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കുക. വിവാഹത്തിന് മുമ്പ് നിശ്ചയത്തിന്റെ സമയത്ത് ഫോൺ വിളി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിളി, ആ സമയത്ത് ഫോൺ കൈമാറുന്നു. വിവാഹത്തിന് മുമ്പുള്ള ഫോൺ വിളികൾ ഒന്നും പാടില്ല, അതൊക്കെ നിർത്തണം. അത് പുതിയാപ്പള കൊണ്ട് തരിക, ചെറുക്കൻ കൊണ്ട് തരിക, പെണ്ണിന്റെ വീട്ടുകാർ പറയണം അതൊന്നും വേണ്ടവൻ, നമുക്ക് ഇൻഷാ അല്ലാഹ് വിവാഹത്തിന് ശേഷം എല്ലാ റാഹത്ത്. അങ്ങനെ നമ്മൾ ശീലിക്കണം. വിവാഹത്തിന് മുമ്പുള്ള ഭാഷണത്തിലൂടെ കൂടി പൈശാചികതയായിരിക്കും കൂടുതലുണ്ടാകുന്നില്ല, അത് തന്നെയാണ് ഉണ്ടാകുക. വിവാഹത്തോട് തന്നെ മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാവുക. ഞങ്ങളെല്ലാം ഉറപ്പിച്ചില്ലേ, നിക്കാഹ് ബന്ധം നടക്കാതെ അതിനു മുമ്പുള്ള ഫോൺ വിളികൾ സമ്മതിക്കാൻ പാടില്ല ഇരു വീട്ടുകാരും. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. പല വിവാഹങ്ങളും അതിനെ തെറ്റിപ്പോയ ചരിത്രമുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്രയോ സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ തന്നെയുള്ള ഫോൺ വിളികളിലൂടെ ബുദ്ധിമുട്ടുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കല്യാണം വിളിച്ചുകൊണ്ടിരിക്കുന്നവർ വരെ വിവാഹം പിന്നീട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, രണ്ടാമത്തെ കടമ വഅയ്യുഹസ്സിന ഇസ്മുഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്. നല്ല പേര് കുട്ടിക്കിട്ട് കൊടുക്കലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല പേരിട്ട് കൊടുക്കുക, മക്കൾക്ക് നല്ല പേരിടുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിർബന്ധമായിട്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മാതാപിതാക്കൾ ആ വിഷയത്തിൽ കണിശത പുലർത്തണം. എങ്ങനെയെങ്കിലും പേര് ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചിട്ട് എങ്ങനെയെങ്കിലും പേരിടുക, അങ്ങനല്ല. അത് ആലിമീങ്ങളോട് ചോദിക്കണം. നിസ്സാരമാക്കരുത്. ഒരാൾക്ക് അദ്ദേഹത്തിന്റെ പേര് പോലെ ഇരിക്കും അദ്ദേഹം ഉയർന്നതാകുക. പേരിലൊരു കാര്യമുണ്ട് എന്നർത്ഥം. നല്ല പേരിട്ട് കൊടുത്താൽ അവർ നല്ല തസ്തികയിലേക്ക് ഉയരും. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകും, അവന്റെ ആത്മീയത്തിൽ ഉയർച്ച ഉണ്ടാകും. പേര് പോലെ ഇരിക്കും. മോശപ്പെട്ട പേരാണെങ്കിൽ അതനുസരിച്ച് തന്നെ ഉണ്ടാവും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ.
അതൊക്കെ പൂർവികർ ശ്രദ്ധിച്ചിരുന്നു. ഇന്നതൊക്കെ പോയി എടുത്തുപോയി. എന്തെങ്കിലും ഒരു പേരങ്ങിട്, വാപ്പാടെ പേരും ഉമ്മാടെ പേരും കൂടെ തുടക്കത്തിൽ ഒരു അക്ഷരം ചേർത്തിട്ട് പേരിടുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും നെറ്റിൽ കണ്ടതോ ഏതെങ്കിലും ബസ്സിൽ എഴുതി വെച്ചതോ സിനിമാ നടന്റെയോ സിനിമാ നടിയുടെ പേരങ്ങ് എടുത്തിടുന്നു. അല്ലാതെ ആരും അത് വിഷയത്തിൽ ഒരു ശ്രദ്ധ പുലർത്തുന്നില്ല. അതൊരു നിസ്സാരമായി തള്ളിക്കളയാ. ചിലർ ശ്രദ്ധ പുലർത്തുന്നുണ്ടാകും, എന്നാലും നല്ല പേര് സജസ്റ്റ് ചെയ്യാൻ അവർ വിട്ടുപോകുന്നു. അവരുടെ വായിൽ വരുന്ന ഒരു പേരങ്ങ് ഇടുന്നു എന്ന് മാത്രം. അതിന്റെ അർത്ഥം എന്ത്, അതൊന്നും അവർ ശ്രദ്ധിക്കാറുണ്ടാവൂല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. നല്ല പേരിടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, തസമ്മൂ ബി അസ്മാഇൽ അംബിയാ, അംബിയാക്കളുടെ പേര് നിങ്ങളുടെ മക്കൾക്കിടണേ. നബിയുനാ റസൂലുള്ളാഹി, ഈസാ എന്ന പേരുള്ളവരുണ്ടായിരുന്നു, മൂസ എന്ന പേരുള്ളവരുണ്ടായിരുന്നു, സക്കരിയ എന്ന പേരുള്ളവർ മുമ്പ് കാലത്തുണ്ടായിരുന്നു, യഹ്യ എന്ന പേരുള്ളവർ മുമ്പുണ്ടായിരുന്നു. ഇന്ന് പേരുകൾ, നല്ല പേരുകൾ വിരളമാണ്. മുഹമ്മദ് എന്ന പേര് പോലും ഇന്നിടാൻ താല്പര്യമില്ലാത്തവരായി നമ്മളിൽ പലരും മാറിയില്ലയോ? മുഹമ്മദ് എന്ന പേര് പോലും നമുക്കിന്ന് അതും വേണ്ട എന്ന് പറയുന്നവരായി. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പേരെന്നാ ഇടേണ്ടത്? എന്നാ ഇടേണ്ടത്? കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് പേര് കർമ്മം നടത്തുന്നത്. അന്ന് തന്നെയാണ് കുട്ടിയുടെ പേരിൽ അറവ് അഥവാ അഖീഖയുടെ അറവ് നടത്തേണ്ടത്. അന്ന് തന്നെയാണ് കുട്ടിയുടെ മുടികളച്ചിൽ കർമ്മം നടത്തേണ്ടത്. അതൊക്കെ തർത്തീബ് ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക, രണ്ടാമത് കുട്ടിയുടെ പേരിൽ അറവ് നടത്തുക, മൂന്നാമത് കുട്ടിയുടെ തല മുണ്ടനം ചെയ്യുക അഥവാ മുടി കളയുക. അതിന്റെ തൂക്കമനുസരിച്ചുകൊണ്ട് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ഹദിയ കൊടുക്കുക. ഇതൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ച വിഷയമാണ്. അഖീഖയുടെ അറിവ് നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല. വളരെ പവിത്രമായ അറിവാണത്, കുട്ടികളുടെ പേരിൽ അറക്കുന്ന അറിവ്. നമ്മൾ ഇതിന്റെ ഇറച്ചി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ്. റാഹത്തായിട്ട് അത് വാങ്ങി മിണുങ്ങുന്നല്ലാതെ ആർക്കും അറത്തു കൊടുക്കൂല. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഇല്ല പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച് പിന്തിപ്പിക്കാൻ പാടില്ല. ആ സമയത്ത് വെച്ച് പിന്തിപ്പിച്ചോ പിന്നെ വലിയ പാടായിരിക്കും ജീവിതത്തിൽ നടക്കാനും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുട്ടിക്ക് ആദ്യം നല്ല പേരിട്ട് കൊടുക്കുക 7-ന്റെ അന്ന്. അതിനുശേഷം അറവ് നടത്തുക. അഖീഖയുടെ എൻ്റെ മകന്റെ മുഹമ്മദ് എന്നാണ് പേരിട്ടെങ്കിൽ മുഹമ്മദ് എന്ന കുട്ടിയുടെ സുന്നത്തായ അഖീഖയെ ഞാൻ കരുതുന്നു, അറവ് നടത്തുക. അതിനുശേഷം കുട്ടിയുടെ തലം മുണ്ടനം ചെയ്യുക. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് അവിടെ. കാരണം കുട്ടിയുടെ തലയിൽ കത്തിവെക്കുന്നതിനോടൊപ്പം തന്നെ ഉരുവിന്റെ കഴുത്തിനും കത്തിവെക്കണോ? പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ളവർ തന്നെ ചോദിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അപ്പൊ ഒന്നാമതായി ആദ്യം കുട്ടിക്ക് നല്ല പേരിടുക, രണ്ടാമത് കുട്ടിയുടെ പേരുള്ള അറിവ് നടത്തുക, മൂന്നാമതാണ് അതിനുശേഷമാണ് കുട്ടിയുടെ തല മുണ്ടനം ചെയ്യേണ്ടത്. കുട്ടിയുടെ തലയിൽ കത്തിവെക്കുകയും ഉരുവിന്റെ കഴുത്തിൽ കത്തിവെക്കുക രണ്ടും കൂടി ഒരുമിച്ചല്ല. അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതൊക്കെ തർത്തീബ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആലിമീങ്ങളോട് ഇതിനെക്കുറിച്ചൊന്നും ആരും ചോദിക്കൂല. പണ്ഡിതന്മാരോട് സംശയം ചോദിക്കണ്ടേ, എന്നാലല്ലേ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. ഒരു കാര്യവും നമ്മൾ പഠിക്കൂല, മനസ്സിലാക്കൂല. ഒക്കെ സ്വയമേ അറിയാം, ഞാൻ നല്ലൊരു അറിവുള്ളവനാണ് എന്നുള്ളൊരു ധാരണ സാധാരണക്കാർക്ക് വന്നു പോകാറുണ്ട്. ഈ വിഷയത്തിലൊക്കെ നല്ലതുപോലെ ചോദിച്ച ആ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല പേര് ആലിമീങ്ങളോട് ചോദിച്ച് സെലക്ട് ചെയ്യണം, ഉസ്താദുമാരോട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് മക്കളാവുമ്പോൾ നബി അടുക്കൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക വായിൽ വെച്ച് ചവച്ചരച്ചിട്ട് കുട്ടിക്ക് തൊട്ടു കൊടുക്കും. കുട്ടിയുടെ വായിൽ ഇട്ട് കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് കുട്ടിക്ക് പേര് വെക്കാം സ്വഹാബത്ത് പറയുമ്പോൾ പേര് വെച്ച് കൊടുക്കും. നബി തങ്ങൾ തന്നെ കുട്ടിക്ക് പേരിട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ ആലിമീങ്ങളെ സമീപിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ വീടിക്കറയൊക്കെ വെച്ചിട്ടുള്ള കാരക്ക വെച്ച് ചവച്ച് കൂപ്പിയാൽ മോൻ കഞ്ചാവുമായിട്ട് വലുതാകുമ്പോൾ നടക്കും. അള്ളാഹു ആക്കട്ടെ. എല്ലാവരും അങ്ങനെയല്ല, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എന്നാലും ഇതൊക്കെ ഈ സിഗരറ്റ് വലിയും ഇതൊക്കെ മാറ്റണ്ടേ. പുകയിലോ എവിടുന്നാ കടന്നു വന്നത്? തഴവാ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇബിലീസ് മൂത്രമൊഴിച്ച സ്ഥലത്താണ്, അവിടെ കിളുത്തതാണ് എന്ത്? പുകയില. അതാണ് നമ്മൾ വായിൽ ചുരുട്ടി വെച്ചിട്ട് വലിച്ചു കിട്ടുന്നത്. എത്ര ചെറുപ്പക്കാരാണ് ഇതിന് അടിമപ്പെട്ടു. അതൊക്കെ ഒരു നിസ്സാരമായി വലിച്ചു നീട്ടുന്ന ആളുകളുണ്ട്. ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. അതിന്റെ ഫോട്ടോ തന്നെ, ഒരു സിസർവെട്ടിന്റെ പാക്കറ്റിന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരുമാതിരിപ്പെട്ടോ മരിക്കൂല.
കാരണം അതിൽ തന്നെ തൊണ്ടയുടെ ക്യാൻസറിന്റെ പടം കൊടുത്തിരിക്കുകയാണ്. ഇത് വലിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരത് കൊടുത്തിരിക്കുന്നത്. അത് ആ പാക്കറ്റും പോക്കറ്റ് വെച്ചുകൊണ്ട് റാഹത്തായിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ട് മുസല്ലയ്ക്കകത്തോട്ട് ഇത് വീണ് കിടക്കുക റാഹത്തായിട്ട്. എത്ര ആളുകളുണ്ട് പോക്കറ്റിൽ ഇതുമായിട്ടിരിക്കുന്നത്. യൗദുബില്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ. മക്കൾക്ക് ഇതൊക്കെ വെച്ച് വായി തൊട്ട് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? മക്കൾ ആ കോലത്തിലായി തീരും. അള്ളാഹു കാത്തിരിശിക്കോളെ ശ്രദ്ധിക്കണം. അതൊക്കെ സാലിഹ്യങ്ങളെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, അത് ചെയ്യിക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഓരോ ഘടകങ്ങളുണ്ട്. അപ്പം മക്കൾക്ക് അതനുസരിച്ച് ഉണ്ടാകും. അവർ യഥാർത്ഥം നല്ല ആലിമായി തീരും. മക്കൾ സാലിഹായി തീരാൻ ശ്രദ്ധിക്കേണ്ട ഓരോ ഘടകങ്ങളാണ് അതൊക്കെ. തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കണം. നിന്റെ ഭാര്യ ആദ്യം കണ്ടുമുട്ടുമ്പോ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ഇറക്കണം. നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ, ബാറക്കല്ലാഹു ലികുല്ലി മിന്നാ ഫീ സാഹിബിഹി ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അല്ലാഹു അല. മിക്ക ആളുകളും ഈ വിഷയത്തിലൊക്കെ അശ്രദ്ധരാണ്. വിവാഹം കഴിക്കുന്നു എന്നല്ലാതെ അവന്റെ ജീവിതം എങ്ങനെ പോകണം എന്നതിനെ കുറിച്ച് ആർക്കും ഒരു നല്ലൊരു കൺസെപ്റ്റ് ഇല്ല. അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഭാര്യയെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം തലയിൽ കൈവച്ച് അവളുടെ തലയിൽ മൂർധാവിൽ കൈവച്ചുകൊണ്ട് ദുആ ഇറക്കണമെന്നാണ്. ബാറക്കല്ലാഹു ലികുല്ലി മിന്നാ ഫീ സാഹിബിഹി. അല്ലാഹു നമ്മൾ ഓരോ അവരുടെ എണ്ണകളിൽ അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ എന്ന് ദുആ ഇറക്കണം. നമ്മളിത് സ്വന്തം തലയിലേക്ക് വെച്ചിരിക്കുക. ഉടച്ചവൻ ഈ ഐറ്റത്തെയാണല്ലോ നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മൾ. അങ്ങനെയല്ല, ഭാര്യയുടെ തലയിലേക്ക് വെച്ചിട്ടാണ് ദുആ ഇറക്കേണ്ടത്. ഇതെല്ലാവരും അവനവന്റെ സ്വന്തം തലയിലേക്ക് വെച്ച ഉടച്ചവൻ ഇതാണല്ലോ. അല്ല, നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആലാ ഇംതവ ശൈത്വാനു ഹിലീല ഫയുജാമിഉ മഅഹാ. വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല സഹോദര, അതിലൂടെ അള്ളാഹു നമുക്ക് സാലിഹായ മക്കളെ നൽകണേ എന്നുള്ള നിയ്യത്ത് വേണേ. അതിനൊരുപാട് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടതാണ്. നിന്റെ ഭാര്യയുമായി നീ ബന്ധപ്പെടുമ്പോ ശാരീരിക ബന്ധപ്പെടുന്നതിന് മുമ്പായി ബിസ്മി ചൊല്ലണേ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇതൊക്കെ വെറും കളിതമാശയായി കേൾക്കുന്നവരെ, അതൊക്കെ അശ്രദ്ധ വെക്കുന്ന സഹോദര, പൈശാചികത ഉണ്ടാകാൻ നിദാനമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആലാ. ഒരു വ്യക്തി അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ ഇൻതവ ശൈത്വാനു ഇഹ്ലീല. പിശാചവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് ചുരുണ്ട് കിടക്കുമേ. യന്തവി ചുരുണ്ട് കിടക്കുകയാണ്. പിശാച് ചുരുണ്ട് കിടക്കും. ഇഹ്ലീലഹു, പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത്. ആ ഭാഗത്തിന് പറയുന്നതാണ് ഇഹ്ലീൽ. പിശാച് ചുരുണ്ട് കിടക്കും. എന്നിട്ടോ അവളുമായി ബന്ധപ്പെടുമ്പോ പിശാചാണ് ബന്ധപ്പെടുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ഇത് നിസ്സാര വിഷയമായിട്ട് നമ്മളൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയാണ്. അതൊന്നുമില്ല. ഉലമാ പഠിപ്പിക്കുന്നു, പണ്ഡിതന്മാര് പഠിപ്പിച്ച് ഒളു എടുത്തിട്ട് വേണം നിങ്ങളുടെ ഭാര്യയെ സമീപിക്കാൻ. ഭാര്യയെ തൊട്ട ഒളു മുറിയുന്നു ഷാഫി മദ്ഹബ് പറയും. പിന്നെ എന്തിനാ ഒളു എടുക്കുന്നത്? അതിന് നേരെ തർക്കുത്തരം പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്നു. എന്തായാലും അകത്തോട്ട് കയറുമ്പോൾ തൊട്ടാ പിന്നെ ഒളു പോയി. പിന്നെ എന്തിന് ഒളു എന്തിന്? അങ്ങനല്ല, ആ ഒളു എടുത്തിട്ട് കയറണം. അങ്ങനെ തന്നെയാണ്. അതിന് നബിതങ്ങൾ പഠിപ്പിച്ചതെന്തോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ആണ് ദീൻ. മനസ്സിലാക്കണം. ഒരുപാട് ആളുകൾ ഇപ്പൊ ഇന്നൊരു സഹോദരി ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു വീട്ടിൽ ഫംഗ്ഷൻ പോയപ്പോൾ അവർ ചോദിച്ചാണ്, ഒരു സഹോദരി ചോദിച്ചു, ഉസ്താദെ ഇദ്ദ ഇരിക്കുന്ന സമയത്ത് അവരല്ല, മറ്റൊരു സഹോദരി ഇദ്ദ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നഖം മുറിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ മറ്റേ നോമ്പ് മുറിയുമെന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ പറയും. പെണ്ണുങ്ങൾക്കിടയിലുണ്ട് എന്ത് ഇദ്ദ അവർ നോമ്പ് മുറിയും, നോമ്പുള്ളുകാരൻ അവനെ മുടി മുറിച്ചാല് നഖം മുറിച്ചാല് എന്നൊക്കെ ഉള്ള ഇഷ്കാലം ഉണ്ടാകാറുണ്ട്. സംഭവ തെറ്റിദ്ധാരണയാണത്. നോമ്പ് ഒരിക്കലും മുറിയൂരല്ലോ എന്നതുപോലെ തന്നെ ഇപ്പൊ ഇദ്ദ മുറിഞ്ഞു പോവും. എങ്ങനെ ചെയ്താല്? നഖം മുറിച്ച്. അപ്പൊ നഖമൊക്കെ ഈ 4 മാസവും 10 ദിവസവും നഖവും വളർത്തി അങ്ങനെ ഇരിക്കണം. മുടി തൊടരുത്. അവരുടെ ഇങ്ങനെ തന്നെ നഖമൊക്കെ വളർത്തി അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത്ര പേര് ആ വിഷയത്തിലൊക്കെ അശ്രദ്ധരാണ്. ഇതൊക്കെ വിഷയങ്ങൾ പഠിക്കണ്ടേ.
എന്താണ് ഇദ്ദ ഇരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്? പലർക്കും ആ വിഷയത്തിൽ അശ്രദ്ധയാണ്. സ്ത്രീകൾക്ക് അവരുടെ ഗർഭമുണ്ടോ ഗർഭധാരണമുണ്ടോ എന്നുള്ളതൊരു തിരിച്ചറിവിന് വേണ്ടി ഇസ്ലാം നൽകിയിരിക്കുന്ന ഒരു നിയമമാണത്. 4 മാസം 10 ദിവസം. അതുകൊണ്ടല്ലേ ഗർഭം നടന്നാൽ ഉടനെ തന്നെ അവളുടെ ഇത് കാലാവധി കഴിയാൻ. ഭർത്താവ് മരിച്ചു, പിറ്റേ ദിവസം അവള് അല്ലെങ്കിൽ തൊട്ടടുത്ത സമയം തന്നെ അവള് പ്രസവിച്ചു എങ്കിൽ അവളുടെ ഇദ്ദയുടെ കാലാവധി കഴിയാണ്. 4 മാസം 10 ദിവസം പിന്നെ അവൾ ഇരിക്കണ്ട. ചിലർ ഈ ഇദ്ദ ഇരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത കല്യാണാലോചന നടത്തും. പാടില്ല, ഖിത്ബത്ത് പാടില്ല എന്നുള്ളതാണ്. അതാ ഭർത്താവ് മരിച്ചു ഉടനെ തന്നെ എൻ്റെ സഹോദരി മരിച്ചിട്ടുണ്ട്, അപ്പൊ അടുത്ത ഭർത്താവിന് നോക്കണം, വേഗം തന്നെ തപ്പിയെടുക്കുക ഏതെങ്കിലും ഒരു തന്നെ, എന്നിട്ട് അപ്പോഴേ തന്നെ കല്യാണാലോചന അയാൾ പോയി നടത്തുക. അതൊന്നും പാടില്ല. ഇവരുടെ ഇദ്ദയുടെ കാലാവധി കഴിയാതെ ഖിത്ബത്ത് കല്യാണ ആലോചന പോലും നടത്താൻ പാടില്ല. ഇതൊക്കെ ഉലമാ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ്. നമ്മളതിൽ അശ്രദ്ധ വെക്കാൻ പാടില്ല. നമ്മളിതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. വിഷയങ്ങളൊക്കെ നമ്മൾ അറിയണം, സഹോദരിമാർ അറിയണം. ഈ ഇദ്ദയുടെ സമയത്ത് സംശുദ്ധമായ ജീവിതം നിങ്ങൾ കൂടുതൽ സൂക്ഷ്മത വെക്കണം. സാധാരണയുള്ള സൂക്ഷ്മതയേക്കാൾ ഒന്നുകൂടി സൂക്ഷ്മത വെക്കണം. ആഭരണങ്ങൾ അണിയുന്നതിൽ നിന്ന് ഒഴിഞ്ഞ് അള്ളാഹുവിന് ഇബാദത്ത് എടുത്തുകൊണ്ട് കൂടുതൽ തഖ്വയിലായി നിങ്ങൾ കൂടുതൽ നീങ്ങണം. കൂടുതൽ ഖുർആനോത്ത്, ദിക്ർ, നിസ്കാരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും. ദിക്റിലായി നിങ്ങൾ കഴിഞ്ഞുകൂടി ശുദ്ധിയുള്ള സമയത്ത് കൂടുതൽ ഖുർആൻ ഓതീൻ, ഖത്മുകൾ തീർക്കൻ. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. കുറെ കാര്യങ്ങൾ നമ്മൾ ആ വിഷയത്തിൽ പഠിക്കേണ്ടത്. നഖം മുറിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറയുന്ന സഹോദരിമാർ ആവശ്യമില്ലാത്ത മസലകൾ കടത്തി കൂട്ടുന്നവർ. അഊദുബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നല്ല സംശുദ്ധമായ ജീവിതം നയിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പൊ നല്ല പേരിട്ട് കൊടുക്കുക. മുഹമ്മദ് എന്നുള്ള പേര് ചെറിയ പേരല്ല, നല്ല പേരാണ്. അള്ളാഹു ആ പേരിടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മക്കളിൽ ഒരാൾക്കെങ്കിലും 3 മക്കളുണ്ട് എങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും മുഹമ്മദ് എന്ന പേര് വെക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി മുഹമ്മദ് എന്നുള്ള പേര് വെക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന ലഹു സലാസതും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഖദ് ജഹില. ഒരുത്തന് 3 മക്കളുണ്ടാവുകയും അതിലൊരാൾക്കും മുഹമ്മദ് എന്ന പേര് വെക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ വിവരമില്ലാത്തവനാണ്. നബിയുനാ റസൂലുള്ളാഹി മുഹമ്മദ് എന്നുള്ള പേര് നല്ല പേരാണ്. ആ പേരുള്ളവരാരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? സ്വന്തമായി ആ പേര് മാത്രമോ അല്ലെങ്കിൽ അതിനോട് ചേർന്നോ ഉണ്ടോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 2 3 4 5 കൈ ഉയർത്തിക്കോളും, പേടിക്കണ്ട. വല്ല പിരിവ് ചോദിക്കാനാന്ന് കരുതിയിട്ടൊന്നുമില്ല. നിങ്ങൾ കൈ ഉയർത്തിക്കോളി. ആരുണ്ടോ? അൽഹംദുലില്ലാഹ് 6 7 ഇപ്പഴേ ഇനിയും വേണേ പോക്കും. പിരിവില്ല എന്ന് പറഞ്ഞപ്പോൾ കൈ ഉയർത്തി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ചിലർ പേടിച്ചിരിക്കുക, അപ്പൊ വീണ്ടും പോകുന്നവരുണ്ട് കേട്ടാ. ഇനി മുഹമ്മദ് എന്നുള്ള പേരുള്ളവരെന്നാ കൊണ്ടുപോ 10,000 എന്ന് പറയുമെന്ന് പേടിച്ചിട്ട് കുറെ പേര് ഇരിക്കുന്നു. അങ്ങനൊന്നും ഇല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഏറ്റവും നല്ല പേരാണ്. ഹദീസിൽ എത്ര ഹദീസുണ്ട്? ആ വിഷയത്തിൽ തന്നെ ഡസൻ കണക്കിന് ഹദീസ് ഓതാൻ കഴിയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമൽ ഖിയാമ നാദാ മുനാദിൻ ഫിസ് സമാ. നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങൾ മഹ്ശറയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന വിളിക്കുകയാണ്, അലാ ലിയഖും ഇസ്മു മുഹമ്മദ്. അറിയണേ, എഴുന്നേൽക്കണേ, മുഹമ്മദ് എന്ന പേരുള്ളവർ ഒന്ന് എഴുന്നേൽക്കണേ. കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ 1000കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ എഴുന്നേൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന പറയുമത്രേ, ഫല്ലദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണേ. സ്വർഗ്ഗത്തിലേക്ക് കടന്നോ? ഏറ്റവും നല്ല പേരിട്ടവരാ, കേറിക്കോ. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മുഹമ്മദ് എന്നുള്ള പേരിനെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഇമാം മാലിക് റളിയല്ലാഹു തആല പറയുകയാണ്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റുസഖൂ റിസ്ഖ ഖൈർ. ഒരു വീട്ടിൽ മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ ഒരാളുണ്ടായിരിക്കെ ആ വീട്ടിൽ നല്ല ഭക്ഷണം അല്ലാഹു നൽകുമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്,
അഥവാ ആ വീട്ടിൽ ഭക്ഷണം ഒരിക്കലും മുഴിയൂല, നല്ല ഭക്ഷണം ഉണ്ടാവും. മരിക്കുമാൻ പറയുന്നു, ഇബ്നു റഷീദ് റളിയല്ലാഹു അൻഹു തൊട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ നാട്ടുകാരാകുന്ന മദീനക്കാർ ഇത് അവർ പരിശീലിച്ചു. അഥവാ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കും. അതുകൊണ്ട് തന്നെ ആ വീടുകളിലൊക്കെ ബറക്കത്താണ്. അതിൽ നിന്ന് അവർ മനസ്സിലാക്കി മുഹമ്മദ് എന്നുള്ള പേര് നിസ്സാര പേരല്ല. ഇട്ട് നോക്ക്, ഇട്ട് ദാരിദ്ര്യം ഉണ്ടാവൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ പേര് ചേർത്തിയെങ്കിലും വെക്കണം, നിസ്സാരമായിക്കല്ലത്. പേരിടുമ്പോൾ ആ പേര് തുടക്കത്തിൽ വരണം. മുഹമ്മദ് സഫ്വാൻ, മുഹമ്മദ് ത്വാഹിർ, അങ്ങനെ വരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി അത് തനിച്ചിടുന്നതിനാണ് ഇപ്പൊ ഈ പറഞ്ഞ മഹത്വങ്ങളൊക്കെ, വലിയ മഹത്താണ്. ഇനി അതല്ല ഇങ്ങനെ കൂട്ടത്തിലിടുക. നമുക്കൊക്കെ പേടിയാ, നമുക്ക് തീവ്രവാദിയാവോ വിഗ്രാദിയാവോ ഈ ഒരു പേടിയാണ്. അങ്ങനെയല്ല, പേരിടുമ്പോൾ അതിനനുസരിച്ച് അവൻ ഉയരും, അവന്റെ തസ്തിക ഉയരും, ദീനിയായ മാറ്റം ഉണ്ടാവും, അള്ളാഹു കൊടുക്കും. അങ്ങനെയാണ് അതിന്റെ കാര്യം. മുത്തുനബിയുടെ ഒരു ബറക്കത്ത് അവന് കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപക്ഷെ നല്ല ആലിമായി തീരും, നല്ലൊരു മുത്തഅല്ലിമാവും, നല്ലൊരു ആബിദായി തീരും, സമൂഹത്തിൽ അറിയപ്പെട്ട നല്ലൊരു മനുഷ്യനായി തീരും. 10 പേരോ മരിക്കുമ്പോൾ അവൻ സാലിഹ എന്ന് പറയും. ഇതൊക്കെ അല്ലേ നന്മ? സ്വർഗത്തിലേക്കുള്ള പ്രയാണം എളുപ്പമാവല്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ, അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അബ്ദുല്ല എന്നുള്ള പേര്, അബ്ദുറഹ്മാൻ എന്നുള്ള പേര്. ആ പേരുള്ളവരുണ്ടോ ഈ സദസ്സിൽ? ആരെങ്കിലും ഉണ്ടോ? അബ്ദുല്ല എന്ന പേരിലുണ്ടോ? അതാണ് കുറവാണ്. ഈ പേരുകളൊക്കെ ഇന്ന് കുറഞ്ഞു പോയി. മലബാർ ദേശത്താണ് ചോദിച്ചെങ്കിൽ 100 കണക്കിന് ആളുകളുണ്ടാവും മുഹമ്മദ് എന്നുള്ള പേര്, അബ്ദുള്ള എന്നുള്ള പേര്, അതുപോലെ അബ്ദുറഹ്മാൻ, എത്ര 100 കണക്കിന്. നമുക്ക് ഈ പേരൊക്കെ നിസ്സാരമായി നമ്മൾ തള്ളി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നല്ല പേര്, നമ്മൾ ഇട്ടിരിക്കുന്ന പേര് നല്ല പേരാണെങ്കിലും ഓക്കെ, ദീനിയായ പേരാണെങ്കിലും ഓക്കെ, അതൊന്നും ആരും മാറ്റാൻ നിൽക്കണ്ട. മോശപ്പെട്ടാണെങ്കിൽ മാറ്റണം, മോശപ്പെട്ട പേരാണെങ്കിൽ മാറ്റണം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ കടന്നു വരുകയാണ്. നബി തങ്ങളെ ചോദിക്കുകയാണ്, മസ്മുക, പേരെന്താണ് സഹോദരാ? ഇസ്മി ഹസനുൻ, എന്റെ പേര് ദുഃഖമെന്നർത്ഥം വരുന്ന പേരാണ്, എന്റെ പേര് ദുഃഖമെന്നാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്ത സഹിലുൻ, നിന്റെ പേര് സഹിൽ എന്നാണ്, എളുപ്പം ചെയ്യുന്നവനെന്നാണ് അർത്ഥമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഉടനെ അനുയായി പറയുകയാണ്, നബിയേ, എന്റെ വാപ്പയാണ് എനിക്ക് പേര് വെച്ചത്, ഞാൻ എന്റെ പേര് മാറ്റൂല നബിയേ, മാറ്റൂല നബിയേ. വാപ്പ വെച്ച പേര് ഒരിക്കലും ഞാൻ മാറ്റാൻ തയ്യാറില്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. നബി തങ്ങൾ ഇട്ടുകൊടുത്ത സഹിൽ എന്ന പേര് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ മക്കള് പറയുകയാണ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ സാലത്ത് ഫീനാ ഹുസ്നുൻ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ദുഃഖമാണ്, ദുഃഖമാ. അല്ലാഹുവിന്റെ റസൂല് പേര് മാറ്റിയിട്ട് ദുഃഖമെന്നർത്ഥം വരുന്ന പേരെന്ന് മാറ്റി സഹിലെന്ന് പേരിട്ട് കൊടുത്തിട്ട് ആ പേര് സ്വീകരിക്കാതെ വാപ്പ തിരിച്ചു പോകുന്നത് കൊണ്ട് മക്കളാകെ ഞങ്ങളുടെ ജീവിതത്തിൽ പോലും പിന്നീട് ദുഃഖമുണ്ടായിരുന്നു, വിരഹമായിരുന്നു, പ്രയാസമായിരുന്നു എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഒരു പേര് എന്തിരിക്കുന്ന മുസ്ലിയാരെ എന്ന് പറയുന്നവർ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. പേരിലാണ് സർവ്വതും ഇരിക്കുന്നത്. നല്ല പേര് മക്കൾ കിട്ടുകൊടുക്കണേ. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഇന്നക്കും സതുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഹസിനൂ അസ്മാഅകും. നിങ്ങൾ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഉപ്പയുടെ പേരും ചേർത്തുകൊണ്ടാണ്. ഇന്നാലിന്റെ മനുഷ്യന്റെ മകനേ എന്നാണ് നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ വിളിക്കപ്പെടുക. ഇളിപ്പക്കത്തുള്ളവനെ, കറ്റാനത്തുള്ളവനെ, തലവയിലുള്ളവനെ എന്ന സ്ഥലപ്പേര് വിളിച്ചുകൊണ്ടല്ല, ഇന്നാലിന്റെ മനുഷ്യന്റെ മകനല്ലയോ കടന്നു വരുക, കടന്നു വരുക എന്ന നാളെ മഹ്ശറിലേക്ക് വിളിക്കപ്പെടുമേ. അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണേ. ഹബീബായ റസൂലുള്ളാഹി ജനകോടികൾ മുഴുവനും മഹ്ശറിൽ വന്ന് നിൽക്കുന്ന സമയത്ത് മോശപ്പെട്ട
മോശപ്പെട്ട പേര് വിളിക്കപ്പെടുന്ന നിലയിലേക്ക് പോകരുതേ. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പേര് നന്നാക്കണേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു തആല മുത്തുനബിയുടെ അടുക്കലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മകളുടെ പേരെന്താണ്? ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയേ, എനിക്കൊരു മകളുണ്ട്, ഒരു മകൾ ഹഫ്സ എന്നാണ്, മറ്റൊരു മകളുടെ പേര് ആസിയ എന്നാണ്. ഐനും അലിഫും സ്വാദമാണ്, ദോഷി എന്നർത്ഥം വരുന്ന പേരാണ്. ആസിയ എന്നുള്ള പേരാണ് നബിയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്. ഒരു കാലഘട്ടത്തിൽ അവിശ്വാസിയായി ജീവിച്ചിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു മകൾക്ക് അന്ന് കൊടുത്ത പേര് ആസിയ എന്നാണ്. മുത്തുനബി പറയുകയാണ്, അവളുടെ പേരൊന്ന് മാറ്റണേ, ജമീല എന്നാക്കണേ, സൗന്ദര്യമുള്ളവർ എന്നർത്ഥം വരുന്ന പേരാക്കണേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇരിപ്പക്കുളത്തുള്ള ഓരോ രക്ഷിതാക്കൾ ഓർമ്മപ്പെടുത്തുന്നത്, മോഡലുള്ള പേരുകൾ, ഏതെങ്കിലും സിനിമാ നടന്മാരുടെ നടിമാരുടെ പേരുകൾ മക്കളിലേക്ക് ചേർത്ത് വെക്കരുതേ. നമ്മുടെ മക്കൾ ഒരു ആലിമാകണം, നമ്മുടെ മക്കൾ ഒരു മുത്തഅല്ലിമാകണം, നമ്മുടെ മക്കൾ ഉഖറബിയായ ആലിമീങ്ങളിൽ പെടണം. അവൻ നാളെ ദീൻ അംഗീകരിക്കുന്നവരാകണം, മതബോധമുള്ളവനാകണം, മതനിഷ്ഠയുള്ളവനാകണം. അവൻ തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണോ. മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണേ, ദീനുള്ളതാകുന്ന പേരിട്ട് കൊടുക്കണേ. അത് ആലിമീങ്ങളുമായി കൂടിയാലോചിച്ചുകൊണ്ട് 7 ദിവസത്തിന് മുമ്പായി 7-ന്റെ അന്ന് ഹൈറായ നിലയ്ക്ക് കുട്ടി ജനിച്ചിട്ടിടണേ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല കുട്ടിയോട് മൂന്നാമതായി പറയുകയാണ്, വയഅല്ലിമഹുൽ കിതാബ്. മൂന്നാമത്തെ കടമ ഏതെന്നറിയുമോ? വാപ്പയുടെയും ഉമ്മയുടെയും കടമ മക്കൾക്ക് ദീൻ പഠിപ്പിക്കലാണ്, വിശുദ്ധ ഖുർആൻ മക്കളെ പഠിപ്പിക്കലാണ്. വാപ്പയുടെ കടമയും അത് തന്നെയാണ്, ഉമ്മയുടെ കടമയും അത് തന്നെയാണ്. വാപ്പ മരണപ്പെട്ടു പോയ ഒരു മകനെ ഉമ്മ ഇതാ ഇൽമു പഠിക്കാൻ വിടുകയാണ്. 2 സഹോദരങ്ങളാണ്, 2 മക്കളാണ് ഉമ്മയ്ക്കുള്ളത്. വാപ്പ വിട്ടേച്ചു പോയ സ്വത്ത് മുഴുവനും വീതം ചെയ്യുമ്പോ 40 സ്വർണ്ണ നാണയം ഒരു മകന് നൽകുകയാണ്. മൂത്ത മകൻ അതുമായി പോവുകയാണ്. ഇളയ കുട്ടിയുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. ആ പൊന്നുമോനെ പഠിക്കാൻ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഉമ്മ ഇതാ പറഞ്ഞു വിടുകയാണ്. കാരണം ഉമ്മയ്ക്കൊരു ബാധ്യതയുണ്ട്. ഉമ്മ മകനെ ആത്മീയമാകുന്ന ചുവട് കൊടുക്കണം. അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഹിജ്റ 470 ജനിച്ച ഒരു മനുഷ്യനാണ്. ഹിജ്റ 561 ലോകം മുഴുവനും പിടിച്ചു കുലുക്കി ദീനിന്റെ ഏറ്റവും വലിയ സമുന്നതമാകുന്ന മേഖലകളിലേക്ക് പോയി ചേർന്ന മഹാനാണ് മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഹിജ്റ 470 ഇറാനിലെ ജീലാൻ എന്ന ദേശത്ത് ജനിച്ച മനുഷ്യൻ 18 വയസ്സ് കഴിയുമ്പോ 488 ബഗ്ദാദിന്റെ മണ്ണിലേക്ക് 40 സ്വർണ്ണ നാണയം ഉമ്മ കൊടുക്കുകയാണ്. വാപ്പയുടെ വീതം കിട്ടിയതാണ് മകന് നൽകുകയാണ്. അതൊരു കുപ്പായത്തിന്റെ ഉള്ളിൽ തുന്നിക്കൊണ്ട് പഠിക്കാൻ പോയ പൊന്നുമോന്. സുബ്ഹാനല്ലാഹ്, ചരിത്രം ഞാൻ സുദീർഘമായി പറയുകയല്ല. 18 വയസ്സ് മുതൽ ഇൽമു പഠിക്കുകയാണ്. 18ാമത്തെ വയസ്സിൽ 33 വർഷം ഇൽമു പഠിക്കുകയാണ്. ഹിജ്റ 588 തുടങ്ങിയ പഠനം ഹിജ്റ 521 വരെ പഠിക്കുകയാണ്. 33 കൊല്ലം നിസ്കാരം കഴിഞ്ഞ് 33 സുബ്ഹാനല്ലാഹ് ചെല്ലാൻ പോലും മടിവെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന ചെറുപ്പക്കാരാ, 33 കൊല്ലം ഇൽമു പഠിച്ച മഹാനാണ് മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. വസ്ബഹറൽ ഉലൂമി മിൻ കുല്ലി ഫാനി സിർതു ഫിൽ അസ്രി ഔഹാദൽ ഉലമായി. അക്കാലഘട്ടത്തിലാകുന്ന സർവ്വവിജ്ഞാന ശാഖകളിലും ഇൽമിന്റെ സർവ്വവിജ്ഞാന ശാഖകളിൽ നാം മുങ്ങി കുളിച്ചു എന്ന് മാത്രമല്ല, അക്കാലഘട്ടത്തിലാകുന്ന സർവ്വ പണ്ഡിതന്മാർക്കിടയിൽ ഒറ്റമൊത്തായി ഞാൻ നിലകൊണ്ടു. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാരണം 33 കൊല്ലമാണ് രാവും പകലും ഇൽമു പഠിച്ചത്. ഇന്ന് നമ്മുടെ മക്കൾ വിജ്ഞാനം പഠിക്കാൻ ഇറങ്ങുന്നതോ കേവലം ഒരു 2 വർഷം കൊണ്ട് ഓതല് തീരണേ, എങ്ങനെയെങ്കിലും ഓതി തീർത്തു തരണേ, എന്തെങ്കിലും ഖദർ സബക്ക് പഠിക്കണേ, കിതാബൊന്ന് തുടങ്ങി വെച്ചിട്ട് ഏതെങ്കിലും ബിരുദം വാങ്ങി കൂട്ടുന്നവരല്ലയോ. എന്നാൽ നമ്മൾ പഠിക്കേണ്ടത് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാഠമാണ്. ആ പാത പിൻപറ്റിക്കൊണ്ട് 15 വർഷത്തോളം ഇൽമുകൾ പഠിച്ചതാകുന്ന മഹത്തുക്കളാകുന്ന ആലിമീങ്ങളെ ഇന്ന് നമ്മൾ ആദരിച്ചില്ലയോ?
അല്ലാഹുവേ ശൈഖുനക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാഹ്. ഇൽമിന്റെ സർവ്വശാഖോപശാഖകൾ മുങ്ങിക്കുളിച്ചു എന്ന് മാത്രമല്ല 41ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ ദർസ് ഹിജ്റ 561 വരെ അഥവാ 40 വർഷം തുടർച്ചയായി ദർസാണ് 40 വർഷം തുടർച്ചയായി ദർസാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. മരണം വരെ ദർസ് ദർസ് തുടങ്ങിയിട്ട് ഇത്ര കൊല്ലമായിട്ട് പിന്നെ ദർസ് നിലച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ ആലിമീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന തൗഫീഖ്. അല്ലാഹുവരുടെ ദറജ ഉയർത്തട്ടെ. എത്ര വർഷമായി? 33. കണ്ട, മൊത്തം തസ്ബീഹിന്റെ എണ്ണം വന്നു. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. 33 കൊല്ലമായിട്ട് ഉസ്താദ് അടുപ്പിച്ച് ദർസാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദിന്റെ അവിടെ ആ പള്ളിയിൽ അൽഹംദുലില്ലാഹ് തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. അന്ന് ഉസ്താദ് ഉണ്ടായിരുന്നു സദസ്സിൽ. 2 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ ഉസ്താദും കുട്ടികളും അന്ന് ഉംറയ്ക്ക് പോയേക്കാണ്. 2ാമത്തെ പ്രാവശ്യം വർഷം പോകുമ്പോൾ ഉസ്താദ് അവിടെ ഉണ്ട്. അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. പാങ്ങോട് കൊച്ചാലുമൂടാണ് ഉസ്താദിന്റെ ദർസ്. നല്ല റാഹത്തുള്ള ദർസ്. എത്രയോ ശിഷ്യന്മാര്, എത്രയോ ആലിമീങ്ങൾ ഈ സദസ്സിൽ വന്നു, അവരുടെ കുടുംബാദികൾ. 33 കൊല്ലം ദർസ് നടത്താൻ തൗഫീഖ് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? ചിന്തിക്കും നമ്മൾ. നിസ്സാര കാര്യമല്ല. അള്ളാഹു അനുഗ്രഹിച്ചവർക്കല്ലാതെ ആ വഴിയിൽ നിൽക്കാൻ കഴിയൂല.